കോഴിക്കോട് തീരത്ത് വാൻഹായ് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ നിയമ നടപടികൾ തുടരുന്നുവെന്ന് കോസ്റ്റൽ AIG പഥം സിംഗ്. മംഗലാപുരത്ത് പോയി ക്രൂവിന്റെ മൊഴിയെടുക്കും, പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയെന്നും AIG അറിയിച്ചു. വേനായി ഒരു പുതിയ വേനായി 503-ക്കെതിരെ നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു പെറ്റീഷണർ ഒരു കംപ്ലൈൻറ്റ് പരാതി പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ട്. അതിനെ ബന്ധമായി ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ക്രൂവിന്റെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നതാണ് പറയുന്നത്. നിയമ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. രേണുക, ഇക്കാര്യത്തിൽ പരാതിക്കാരൻ്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ കപ്പൽ ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ മംഗലാപുരത്താണ് നിലവിൽ തീപിടിച്ച കപ്പലിലെ വാൻഹായിലെ കപ്പലിലെ ജീവനക്കാർ ഉള്ളത്. പലരും ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനം കോസ്റ്റൽ പോലീസിനപ്പുറം മറ്റ് ദേശീയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഈ കാര്യത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടുകൾ കൂടി ഇതിൽ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇന്ന് AIG പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആദ്യ കപ്പലപകടം ഉണ്ടായിരുന്നത് ആ കപ്പലപകടത്തിൽ സ്വീകരിച്ച തുടർച്ചയായ നടപടികൾ, ആ നടപടികളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കേസിൽ എടുത്തിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് അലക്ഷ്യമായി കപ്പൽ കൈകാര്യം ചെയ്തു, വളരെയധികം രാസവസ്തുക്കളും അതോടൊപ്പം തന്നെ അപകടകരമായ കാര്യങ്ങളുമെല്ലാം ഉള്ള ഒരു കപ്പൽ വളരെ അലക്ഷ്യമായിട്ട് മേഖലയിലൂടെ കടന്നു പോകുന്നു, അതുമൂലം അപകടം ഉണ്ടാകുന്നു എന്നതെല്ലാം തന്നെ കാണിച്ചുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ സ്വാഭാവികമായും കപ്പൽ കമ്പനി ഉടമകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിലേക്ക് പ്രതിപട്ടികയിലേക്ക് എല്ലാം തന്നെ ചേർക്കപ്പെടുകയും ചെയ്യും, ക്യാപ്റ്റൻ ഉൾപ്പെടെ. എന്നാൽ ഇതിൽ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു സംശയം ഈ കേസ് ആദ്യ കപ്പൽ അപകടത്തിലെടുത്ത കേസിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക, അതെങ്ങനെയാണ് എന്നതടക്കം. കഴിഞ്ഞ ദിവസം നാവികരുടെ പാസ്പോർട്ട് അടക്കം ആദ്യ അപകടത്തിൽപ്പെട്ടവരെ പിടിച്ചു വയ്ക്കുകയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള നടപടികളെല്ലാം ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നൊരു സൂചന തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നഷ്ടപരിഹാരം ഈടാക്കുന്നതിന് അത്തരം കാര്യങ്ങളൊന്നും ഇവരെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ അതിൽ ചുമതലപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. അത് മറ്റൊരു ഭാഗത്തുകൂടി നടക്കുമ്പോൾ ഇതിൽ കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശമാണ്, നിയമോപദേശമാണ് അല്ലെങ്കിൽ ലഭിച്ചിരിക്കുക എന്നതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് കേസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ കഴിയുക, കപ്പൽ ഉടമ അടക്കമുള്ള ആളുകളെ ഈ കേസിലേക്ക് പ്രതി ചേർത്തുകൊണ്ട് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്രൂവിന്റെ ഉൾപ്പെടെ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്.